ദൈവവചന ധ്യാനത്തിനായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വേഗത്തിൽ ഈ ചാപ്റ്റർ 1-2 സെഷനോടുകൂടെ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. I would like to turn your attention to Acts chapter 16. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ആരെങ്കിലും ഒരാൾ വായിക്കുമോ? ആക്സ് ചാപ്റ്റർ 16 വേഴ്സസ് 1 to 10. ഇന്നത്തെ ഈ വേദഭാഗം പ്രധാനമായും ചിന്തിക്കുന്നത് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. I would like to turn your attention to verses 1 to 10 onwards. നാം വായിച്ച വേദഭാഗത്തിൻ്റെ ആരംഭത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ തിമോത്തിയോസിനെ കുറിച്ചുള്ള ദൈവികാലോചനയാണ് നമ്മൾ ഇവിടെ കേൾപ്പാനായിട്ടിടയായി തീർന്നത്. തിമോത്തിയോസിനെ കുറിച്ചുള്ള ഒരു നല്ല സാക്ഷ്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. So here we see from Acts chapter 16 verses 1 to 5, we see about Timothy, we see a good testament about Timothy. എന്നാൽ ആ ഭാഗം മറ്റൊരു ദിവസം തിമോത്തിയോസിൻ്റെ മറ്റൊരു ഭാഗം കൂടെ ഈ വരുന്ന ചാപ്റ്ററിൽ കാണാൻ കഴിയുന്നത് കൊണ്ട് അത് ആഡ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. എന്നാൽ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും ഒക്കെ ഉള്ള ആ സെക്കൻഡ് മിഷണറി ജേർണിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആരംഭ ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയും. We would like to discuss about Timothy in a later week, but today we will turn our attention to Acts chapter 16 verses 6 to 10 onwards, where we see this first part of the second journey of Paul. ഈ പാരഗ്രാഫ് 6 മുതൽ 10 വരെയുള്ള പാരഗ്രാഫിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അടഞ്ഞ വാതിലിൻ്റെ അനുഗ്രഹങ്ങൾ എന്നുള്ളതാണ്. And the title that I would like to give this passage is the blessing of a closed door. ആമേൻ. അടഞ്ഞ വാതിലിൻ്റെ അനുഗ്രഹങ്ങൾ എന്നുള്ളത്. The blessings of a closed door. നാം വായിച്ച വേദഭാഗം നിങ്ങൾ വളരെ 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 ശ്രദ്ധിച്ചുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ചില ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന്മാരോട് നോ എന്ന് പറയുന്ന അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന ചില വാതിലിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. And here when we read this passage we see that Holy Spirit forbids them from something and Holy Spirit tells them no to certain things. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരു അടഞ്ഞ വാതിലിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയവരായിരിക്കാം. Many of us might have gone through a situation when we see a closed door in our life. എന്നാൽ അതൊരു അനുഗ്രഹമായി തീരുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. So now the question is, have you thought that this closed door will be a source of blessing in your life? നമ്മൾ ചിന്തിക്കും ഈ വാതിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നു വരുമെന്ന്. എന്നാൽ നാളുകൾ കാത്തിരുന്നിട്ടും വാതിലുകൾ തുറക്കപ്പെടുന്നില്ല. പകരം അത് അടഞ്ഞുകൊണ്ടേയിരിക്കുന്നതായി നമുക്ക് തോന്നുവാനിടയാകും. Sometimes we might think that after some time this door will open in front of us, but as time goes by we see that this door is still closed in front of us. ചിലതൊക്കെ വർഷങ്ങളായിട്ട് അങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. അത് ഒരിക്കലും തുറന്നു വരാതെ നാം കാത്തിരിക്കുന്ന അനുഭവങ്ങൾ. Some doors you see that it has been closed for so many years and we are still waiting for the door to be open in front of us. നിങ്ങൾ വലത്തോട്ട് തിരിയുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് സൈൻ കാണുന്നു. When you go to your right you see a stop നിങ്ങൾ sign. ഇടത്തേക്ക് പോകുമ്പോൾ മറ്റൊരു സ്റ്റോപ്പ് സൈൻ കാണുന്നു. And when you go to your left you see another stop sign. മുമ്പോട്ടും പിമ്പോട്ടും പോകുമ്പോഴും അതുപോലുള്ള സ്റ്റോപ്പ് സൈൻസ് കാണുകയാണ്. And when you try to go back and forth there also you see stop signs in front നിങ്ങൾ of you. ഏത് ദിശയിലേക്ക് പോയാലും നിങ്ങളെ നോക്കി അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നിങ്ങൾ കാണാൻ കഴിയുന്നു. അത് അടയ്ക്കപ്പെട്ട വാതിലുകളാണ്. So whichever direction you turn to you see this closed door in front of you. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നിരാശ തോന്നുന്ന ഒരു വിഷയമാണ്. And as believers we would think that this is a time of sorrow for us. ഇത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഭൗതികമായ ലോകത്ത് നമ്മൾ ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് അവിടെ മാത്രം ഒതുങ്ങുമെന്നില്ല. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിലും നമുക്ക് കാണുവാനായി കഴിയുന്ന കാര്യം. So these doors are just not in the physical aspects of our life, it would also be in the spiritual aspects of our life. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലായി ഒരു മകനോ മകളോ ആയി തീരാൻ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. Maybe you are a person that you who want to be a child of God in a great then you have a great urge for it. ദൈവത്തെ സേവിപ്പാൻ നാം ആഗ്രഹിക്കുകയാണ്. And you desire to serve the Lord. എല്ലാ ദിവസവും രാവിലെ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ്. And when you raise in the morning the first thing you do is pray, and even in the night you pray to the ദൈവ Lord. വചനം വായിക്കുന്ന ദൈവ പൈതലാണ്. And you read
the scripture. എല്ലാ ബുധനാഴ്ചയും പ്രയർ സെഷനിൽ വന്ന് പങ്കെടുത്ത് അവിടെ പ്രാർത്ഥിക്കാൻ, ഇടിവിൽ നിൽപ്പാൻ, മധ്യസ്ഥ നടക്കാൻ, അല്ല ആമേൻ ബൈബിൾ വചനം കേൾപ്പാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാകാം. And you desire to be a part of meetings, and even when Wednesday meetings you come and you pray and you're waiting to hear the word of God അത് even those പോരാ, days. ദൈവം നമുക്ക് നൽകി തരുന്ന നന്മകളിൽ നിന്ന് ദൈവത്തിനുള്ള വിഹിതം കൊടുക്കാൻ പോലും നാം മടിക്കാത്ത ദൈവമക്കളാണ്. And not only that, we also desire to give a portion of what the Lord gives us as blessings. എന്നിട്ടും വാതിലുകൾ തുറക്കപ്പെടുന്നില്ല. And even after that, these doors are not opening in front of നമ്മുടെ us. ജീവിതത്തിൽ ഇത്രത്തോളം ചെയ്തിട്ടും കാണാൻ കഴിയുന്നത് അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ And മാത്രമാണ്. even after doing this much, you see that there are doors that are closed in front of you. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നോക്കുമ്പോൾ അവരുടെ വാതിലുകൾ തുറക്കപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നതും കാണുകയാണ്. And when we see the surrounding people, we see that all their doors are open in front of them. എന്നിട്ടും ഒരു പരാതിയും പറയാതെ നമ്മൾ കാത്തിരിക്കുക, കർത്താവേ എപ്പോഴാണ് ഈ വാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്? And even after that, we are not complaining, and we're just waiting, and we're waiting for the Lord and asking him, when will this door ഈ open in വിഷമം front of us? മറ്റുള്ളവരോട് പോലും പങ്കുവെക്കാതെ ഉള്ളിൽ ഒതുക്കിയിരുന്നു കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയാ, പ്രാർത്ഥിക്കുകയാ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്നത് ഈ അടഞ്ഞ വാതിൽ നമ്മുടെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. And we would confine this to ourselves. We would not tell this to other people, and we might think that this is a curse in our life. ഇവിടെയാണ് ദൈവാത്മാവ് ഇന്ന് പകൽ നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ ദാസന്മാരായ ആമേൻ പൗലോസിനെയും ആമേൻ ശീലാസിനെയും നമ്മുടെ മുമ്പിലേക്ക് ദൈവാത്മാവ് കൊണ്ടുതരികയാ. And here the Holy Spirit wants to speak us, and we are going to see that through these two men, Paul and Silas. ഞാൻ വിചാരിക്കുന്നു അവർക്കും ഇതുപോലുള്ള ഒരു ചിന്ത ഉണ്ടായേക്കാം. And I am thinking that even they would have thought in this same aspect. ആമേൻ തെക്കോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ അവിടെ തടയുകയാ. When they try to go in one direction, the Holy Spirit forbids them from going അവർ there. വടക്കോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നോ, നിന അങ്ങോട്ട് പോകാൻ സാധ്യമല്ല, നീ പോകാൻ പാടില്ല എന്ന്. And when they try to go in the opposite direction, even there we see that the Holy Spirit forbids them from going there. എന്നാൽ ഈ അടഞ്ഞ രണ്ട് വാതിൽ നിന്നും മറ്റേതെങ്കിലും വഴിക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെയും അവർക്ക് കാണുന്നത് തടസ്സങ്ങളാ. And if they're trying to go in a different direction than these two, even there they see that there are obstacles in front of them. അവിടെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ വിലക്കുകയാണ്. പോകരുത് എന്ന് വാണിംഗ് കൊടുക്കുകയാണ്. So wherever they are trying to move, we see that the Holy Spirit is forbidding them and asking them not to go further. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, To the children of God who are listening to me today, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സംഭവമായേക്കാം. maybe this is something that you see in your daily life. നിങ്ങളൊരു മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ മിനിസ്ട്രിയിൽ മാത്രം ആമേൻ വേല ചെയ്യാൻ ശ്രമിച്ച് ആഗ്രഹിക്കുമ്പോൾ ആമേൻ നിങ്ങൾ വിളിച്ചിരിക്കുന്ന കാര്യം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തന്നെ നിങ്ങളെ വിലക്കുമ്പോൾ, പലതിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഭാരം തോന്നിയേക്കാം. When God has called you for a ministry and you desire to do that ministry, if the Lord himself is forbidding you to do that ministry, even you yourself might feel disappointment. നമുക്കറിയാം നമ്മൾ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന്. We know that we are going to do something that is right. എന്നാൽ അത് ചെയ്യാൻ ആമേൻ തെക്കോട്ട് പോകുമ്പോൾ, ഇടത്തോട്ട് പോകുമ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ്. And now to do that, when you go to the east or to the west, you are not able to go because the door is closed. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? Why does this happen like this? നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ അവിടെ എല്ലാം വാതിലുകൾ കൊട്ടിയടയപ്പെട്ട് കിടക്കുകയാണ്. And when you look, you see that the doors in front of you are all closed. മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. But you're trying to go forward, but you see that there is no progress. ഒരു ചോദ്യം ഞാൻ ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു. Let me ask you a question. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? What will we do in this situation? ദൈവാത്മാവ് വളരെ വ്യക്തമായും വളരെ സ്പഷ്ടമായും സംസാരിച്ച ചില വേദഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. I would like to speak to you about certain verses that the Holy Spirit spoke to me promptly. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വഴി കാത്തിരിക്കേണ്ടത്? How do we have to wait for the way of the Lord in our life? ഇന്ന് പകൽ പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയാം, അടഞ്ഞ വാതിലുകൾ ഒരു ശാപമല്ല. To begin with, let me remind you that the doors that is closed in front of you is not a curse for you. ദൈവം അടച്ചതാണെങ്കിൽ അതൊരു ശാപം അല്ല.
If the Lord has closed that door in front of you, it is not a curse for you. അനുഗ്രഹം തന്നെയാണ്. That is going to be a blessing. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളടിച്ച് കർത്താവിന് ഒരു And if മഹത്വം you believe കൊടുക്കാമോ? that, praise the Lord. Amen. Glory to God, glory to God, glory to God, glory to God, glory to God. കഴിഞ്ഞ ചില നാളുകൾ പലതും അടഞ്ഞു പോയത് അത് ശാപമല്ല, അത് അനുഗ്രഹമാണ്. Many of the doors that was closed in front of you in the past years, that is not a curse, rather it is a blessing in your life. കാരണം എന്തെന്ന് ചോദിച്ചാൽ, If you ask me the reason for it, ദൈവത്തിന്റെ കയ്യിൽ ഒരു GPS ഉണ്ട്. the Lord has a GPS in his hand. ദൈവം അത് തന്റെ ഇഷ്ടപ്രകാരം നമുക്ക് വേണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. And he directs it according to his plan. സദൃശ്യവാക്യ പ്രോവബ്സ് ചാപ്റ്റർ 3 ആമേൻ അതിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവവചനം വിളിച്ചു പറയുന്നു, നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആമേൻ വിശ്വസിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ. And that is why in Proverbs chapter 3 verses 5 and 6 you see that in all your ways acknowledge him and he shall direct your path. എന്തുകൊണ്ടാണ് അടഞ്ഞ വാതിലുകൾ ഒരു ശാപമായി നമുക്ക് തോന്നുന്നത്? Why do we think that these doors that is closed in front of us is a curse for us? ഒന്നാമത്തെ കാരണം ആ വഴികൾ നമ്മുടെ നിയന്ത്രണത്തിൽ നാം വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. First thing is that we want those ways to be under our control. ഒരു കാര്യം വ്യക്തമാക്കുക ദൈവപൈതലേ, One thing you have to know, children of നമ്മെ God, വഴി നടത്തേണ്ടത് നമ്മുടെ ദൈവമാണ്. it is the Lord who directs us. കാരണം ദൈവമാണ് യഥാർത്ഥ GPS എന്ന് പറയുന്നത്. Because the Lord himself is the right GPS. ദൈവത്തിന്റെ വഴി അത് ദൈവം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുമ്പോൾ നാം ആ വഴിയെ പോകാൻ തയ്യാറായാൽ മതി. When the Lord wants to direct us to the right or to the left, we have to obey his calling. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോയി നിങ്ങൾ ഇടിച്ചു നിൽക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വഴി റൂട്ട് മാറി പോകുന്നു എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് കൊണ്ട്. And if you go to the left or to the right and you see that you stumble yourself, it means that the Lord himself is trying to stop you there. അവളെല്ലാം ഈ GPS നമ്മളോട് വിളിച്ചു പറയും, ബ്രദറെ സിസ്റ്ററെ അതൊന്ന് റീറൂട്ട് ചെയ്യ്, വഴി മാറി പോയേ നീ പറ്റത്തുള്ളൂ എന്ന്. And in all those instances this GPS is telling us that you have to reroute yourself and go in a different direction. അതിന്റെ ഉദ്ദേശം അതൊരു ഭാരമല്ല, അത് ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച സ്ഥലത്ത് കൊണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. And the purpose of that is not for a disappointment, it is because the Lord wants to direct you to the path that he wants you to go to. ദൈവം ചില മോശം കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റി മാറ്റി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. It is because the Lord wants you to go to be away from certain bad things. ആമേൻ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ ആമേൻ ഒന്നിക്കാൻ ആഗ്രഹിച്ച ചില വ്യക്തികൾ, അവിടെയെല്ലാം ദൈവം വാതിലുകൾ അടച്ചു കളയുകയാണ്. And now here you see that the places that you wanted to go, the places that you wanted to meet certain people, the Lord is closing those doors. ആമേൻ. അങ്ങനെ ആത്മീകമായോ ഭൗതികമായോ ആമേൻ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലോ ആമേൻ ബന്ധങ്ങളിലോ ചില വാതിലുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഭാരമായി ചിന്തിക്കരുത്. അത് ദൈവം ആഗ്രഹിച്ച നിയന്ത്രണത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. And if certain doors are closed for you in your personal life or your financial life or your personal life or anywhere among your relationship, you should remember that it is the Lord's plan and he has certain plans for you to redirect you to a different way. അതുകൊണ്ട് ആ വാതിലൊന്ന് ചവിട്ടി തുറക്കാൻ ശ്രമിക്കരുത്. So you should not go and try to open that door by force. ചിലപ്പോൾ ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലല്ല. Maybe that door is not meant for you. മറ്റൊരാൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ വെച്ചിരിക്കുന്ന ഒരു വാതിലാണ്. Maybe it is a door that has to be open in front of another person. നിങ്ങൾക്ക് വേണ്ടിയുള്ള വാതിൽ തുറക്കപ്പെടണം, അത് നിർബന്ധമാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ വാതിൽ തുറക്കപ്പെടണമെന്ന് നിർബന്ധം പിടിക്കരുത്. It is certain that a door has to open for you, that which is meant for you, but we cannot compel the Lord to open a door that is not meant for you. കാരണം ദൈവത്തിന് ഒരു പദ്ധതി നമ്മെ കുറിച്ചുണ്ട്. Because the Lord has a plan for us. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം Amen. ചെയ്താൽ. Hallelujah. ഹല്ലേലൂയ. ദൈവം എവിടെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് നാം കണ്ടെത്താനിടയായി.
Now we understand where the Lord works for us. നമ്മളിങ്ങനെ ദൈവത്തോട് ചോദിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ വാതിലുകൾ അടയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താ ദൈവമേ എന്ന്. And now when certain times when certain doors close in front of us, we will ask the Lord, Lord, what is your will in my life? ആ ചോദ്യം ചിലപ്പോൾ ഒരു തെറ്റായ ചോദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. Sometimes we think that it is a wrong question. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം എന്താ? What is the Lord's purpose in my life? അതിന് പകരം നാം ചോദിക്കേണ്ടത് എന്താണെന്നറിയാമോ? Instead of that, you have to ask another question. എന്താണ് ദൈവഹിതം? ദൈവം ഇപ്പോൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? What does the Lord want to do for me in my life? എന്താണ് ദൈവത്തിന്റെ ഹിതം? What is the Lord's will? അതെന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? And how is the Lord fulfilling that in my life? കാരണം നിങ്ങളുടെ സ്വന്തം വഴി കാട്ടിത്തരാൻ ദൈവം വന്ന് നമ്മുടെ തോളിൽ തട്ടുന്നത് വരെ നമ്മൾ വെറുതെ കാത്തിരിക്കുക. Because until and unless the Lord shows us the way that we have to go, we have to wait. ദൈവം ഇപ്പോൾ പ്രവർത്തിക്കും, ദൈവം ഇപ്പോൾ പ്രവർത്തിക്കും, ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. Now we are expecting the Lord to work for us the next moment, and we are waiting for that moment. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, The children of God who are present here today, ഒരു ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കാതെ ദൈവം നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണെന്നും ദൈവഹിതം നിവർത്തിപ്പാൻ എന്നെ സമർപ്പിക്കുന്നുവെന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനായി ഞാൻ കർത്താവിനെ സ്തോത്രം I ചെയ്യുന്നു. thank the Lord for the children of God who believe that the Lord will work for us at the right time, and we believe that this is the time He is working, even though we do not ദൈവം understand ഇപ്പോഴും that. നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. The Lord is working for us even നമ്മൾ now. കാത്തിരിക്കണ്ട. We do not have to wait. ഈ അടഞ്ഞ സമയത്തും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. And even when you see the doors closed, the Lord is working for us. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ 100 ചോദ്യങ്ങൾ കടന്നു വരുമ്പോഴും ദൈവം അതിന്റെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. Even when in your mind you have 100 questions that comes, the Lord is still working for you in this ഇതാണോ moment. എനിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലം? Will you ask, is this the place the Lord has ഈ ordained me കമ്പനിയാണോ for? ദൈവമേ ഞാൻ വർക്ക് ചെയ്യണ്ടേ? Lord, is it this company that I have to work for? എന്തുകൊണ്ട് എന്റെ കുടുംബത്തിന് ഒരു സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല? Why is it that my family does not have peace? എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നില്ല. Why is it that my desires are not fulfilled? എനിക്ക് ഒത്തിരി പ്ലാനും പദ്ധതിയുമായി ഞാൻ വന്നത്, പക്ഷെ ദൈവമേ എവിടെ കൊണ്ടാ ഇതൊക്കെ അടഞ്ഞു പോകുന്നേ? Lord, I have come here with a lot of plan and purpose, but I do not know how it is being shut in front of me. ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, With the Holy Spirit, let me remind you, ഇപ്പോഴും നിന്റെ ദൈവം നിനക്ക് വേണ്ടി your പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. Lord is working for you even now. ദൈവം ഇപ്പോഴും നിനക്ക് വേണ്ടി The Lord പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. is working for you at this moment. സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ And as we heard in the Psalms, ദൈവത്തിന്റെ പ്ലാനും നമ്മുടെ പ്ലാനുമായി ഒന്ന് അലൈൻ ചെയ്യാൻ കഴിയാൻ ഇടയായി തീരട്ടെ. we have to align our plans with the Lord's plan. Praise the Lord. Amen. ഇതാ പ്രശ്നം. This is the problem. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. Where we think God will work for us, that is not the place that God നമ്മൾ works for us. ആഗ്രഹിക്കുന്നത് പോലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. And the Lord works in not the desire that in a desire that we wish it അതുകൊണ്ട് happen. നമ്മൾ വിചാരിക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നില്ല. And so because of that we think that the Lord is not working for അപ്പോൾ നമ്മൾ us. ദൈവഹിതം എപ്പം പ്രവർത്തിക്കപ്പെടുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക. And so because of that we are waiting for the Lord to work for us. ദൈവാത്മാവ് പറയുന്നു, ഇപ്പോഴും നിന്നോടുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. And the Holy Spirit is reminding you that the work that God has for you is being revealed even now. ഇവിടെ ഈ ചരിത്രം നമ്മൾക്ക് ഒരു വലിയ പാഠമാണ്. And now when we hear this history, it is a great lesson for us. അപ്പോസ്തലനായ പൗലോസും ശീലാസും കൂടെ ആസിയയിൽ വചനം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവിടെ പരിശുദ്ധാത്മാവ് അവരെ വിലക്കുകയാണ്. Even though Paul and Silas, they wanted to preach the gospel in Asia, the Holy Spirit forbids them from doing that. അവരോട് മാറിപ്പോകാൻ പറയുകയാണ്. And the Lord is asking them to go to a different direction. ആഗ്രഹം ആസിയയിലേക്ക് വരണമെന്ന്. Their desire is to go to Asia. പക്ഷെ ദൈവാത്മാവ് പറയുന്നു അവിടേക്ക് പോകണ്ട. But the Holy Spirit is forbidding them. ചെയ്യുന്നത് സുവിശേഷ വേലയല്ലേ? Now they are doing the ministry of God. അവരെ ഏൽപ്പിച്ചതല്ലേ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. They are doing what they are asked to do. എവിടെ ചെയ്താൽ എന്താ? Wherever they do, what is the matter? ദൈവരാജ്യത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നേ? It is for the kingdom of God that they're doing it.
അപ്പൊ അതിനകത്ത് ഇവിടെ വേണം ഇവിടെ വേണ്ടെന്നൊരു ചിന്ത എന്താ വരുന്നത്? So why is it that it should not happen in this place, but it should happen in a different place? അവർക്ക് മറ്റൊരു പ്ലാനും ഇല്ല. They do not have any other plans. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ദൈവവചനം ശുശ്രൂഷിക്കുക. They only have one desire, and that desire is to preach the word of God. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു അവിടെ പ്രസംഗിക്കണ്ട. But Holy Spirit tells them not to preach the word of God എന്താ ഈ there. വചനത്തിന്റെ ഈ പ്രസംഗത്തിന്റെ അവർ കൊണ്ടുപോകുന്ന ദൈവവചനത്തിന്റെ പ്രത്യേകത? What is the peculiarity of this gospel that they are taking to this land? കാരണമൊന്ന്, There is one reason. ദൈവഹിതം സുവിശേഷം ഈ ഏഷ്യയിലേക്ക് പോകാനല്ല, അന്നേരം ആഗ്രഹിച്ച് യൂറോപ്പിലേക്ക് പോകാനാ. The will of the Lord was that this gospel should reach Europe rather than Asia. അപ്പൊ സുവിശേഷം ആസിയയിലേക്ക് കൊണ്ടുപോകുന്നത് നല്ല കാര്യമല്ലേ? So taking the gospel to Asia, isn't that a good thing? വചനത്തിന് വേണ്ടത് ഒരു മണ്ണല്ലേ? The gospel, what the gospel needs is a land. അതിന്റെ വിത്തിടാൻ പറ്റിയ ഒരു മണലാത് നോക്കുന്നത്, മണ്ണ്. And now it is just that this gospel has to be sown in any land. അതൊന്ന് വളരണം. It just has to grow. ഇത്രയുള്ളവരുടെ ആഗ്രഹം. That is the desire that they have. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു ഏഷ്യയിലേക്ക് പോകണ്ട. But Holy Spirit told them that they do not have to go to Asia. റീസൺ, അവിടേക്ക് പോകാനുള്ള നിങ്ങളുടെ സമയം ആയിട്ടില്ല. The reason for that is that it is not time yet for you to go to that land. ഇപ്പോൾ ദൈവത്തിന്റെ മുൻഗണന അവരെ യൂറോപ്പിലേക്ക് അയക്കുക. Now the preference of the Lord is that they have to go to Europe. ഇവർ യൂറോപ്പിൽ തന്നെ പോകാൻ സാധ്യതയില്ല, ഏഷ്യയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ദൈവം അങ്ങോട്ടുള്ള വാതിൽ അടച്ചു. There is no chance that they would go to Europe, so that is why the Lord had to close the doors of them going to Asia. ആ വാതിൽ അടച്ചില്ലായിരുന്നെങ്കിൽ പൗലോസും ശീലാസും കൂടെ നേരെ ഏഷ്യയിലേക്ക് ചെന്ന് ദൈവം കൊടുത്ത വചനം അവരവിടെ പ്രസംഗിക്കുമായിരുന്നു. If the Lord had not shut the door, they would have gone to Asia and they would have proclaimed the gospel in that land. പക്ഷെ ദൈവാത്മാവ് വിലക്കി. But the Holy Spirit forbid them from doing that. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ സമയം അനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. What the Lord desires is that what the will of the Lord has to be done in His time and not our time. ഒന്നുകൂടെ പറയുന്നു, Let me tell that once again. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വേല നിങ്ങൾ ചെയ്യുക എന്നുള്ളതാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് വേല ചെയ്യുക എന്നുള്ളതല്ല. The Lord wants you to do His ministry at His time and not your time. നമ്മുടെ നിർബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അത് വേണമെന്നുള്ളതാണ്. And our compulsion is that it should happen when we desire to do it. കഴിഞ്ഞ അധ്യായം വരെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എല്ലാവരും പോകണമെന്ന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. Till the last chapter, I was urging everyone to get into the ministry of the Lord. ഇന്ന് ദൈവാത്മാവ് പറയുന്ന ചിലരോട് അവിടെ അടങ്ങിയിരി, ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി. Today the Holy Spirit is reminding you that some of you have to stay because it is not time yet. എല്ലാവരോടും ഉള്ള ദൂതല്ല കേട്ടോ. This message is not for everyone. ചില പൗലോസിനോടും ചില ശീലാസിനോടും ഉള്ള ഒരു ദൂത്. It is to certain Pauls and certain Silases. നിങ്ങളെ പിടിച്ചു നിർത്താൻ ഒരു ദൂത് പറയാം. ചില ബന്ധങ്ങളും ചില വാതിലുകളും ദൈവം അടച്ചു കളയും. Let me tell you a message to keep you strong, that some doors which is related to your ministry and related to your relationship will be closed by God. ദൈവത്തിനോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയായിരുന്നു. We should have clear conscience with both God and man. ഹല്ലേലൂയ. Amen. അടഞ്ഞ വാതിലുകൾക്കായി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ Let us പറ്റുമോ? thank God for the closed doors. Amen. ലിസ്റ്റ് ചോദിച്ചാൽ തുറന്ന വാതിലിനേക്കാളും അടഞ്ഞ വാതിലുകൾ. And if you ask a list of it, you would say that there is a more number to the doors that is closed in front of you rather than the doors open. ഇതിനകത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പറയുന്ന ചിലത് അടഞ്ഞ വാതിലിനെ കുറിച്ച്. And even now when you're praying, you might be thinking about the doors that is closed in front of you right now. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു അത് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. But today the Holy Spirit is reminding you that it is going to be a blessing in your life. ചില വാതിലുകൾ അടഞ്ഞത് എൻ്റെ നാമം മഹത്വമെടുക്കുവാനാണ്.
Some doors are closed in your life because the name of the Lord should be glorified in your life. ചില വാതിലുകൾ അടഞ്ഞത് നിന്റെ നന്മയ്ക്ക്. Certain doors were closed in your life for your blessing. Praise the Lord. Amen. ദൈവഹിതം മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. You cannot understand the will of God in one day. ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന ആ സ്റ്റൈലിൽ നിന്ന് മാറിയ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്കറിയാം, ശക്തമായിട്ട് ഇത് വളരെ ശബ്ദത്തോടെ പ്രസംഗിക്കണമെന്ന്. പക്ഷേ ഇതിച്ചിരി ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകരാൻ ആഗ്രഹിക്കുന്ന ചില ചിന്തകളുള്ളത് കൊണ്ട് അത് കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എത്ര ഈസി അല്ല. To find the will of God in our life is not an easy thing. ചിലപ്പോൾ ദൈവാത്മാവ് ഇത് ഓരോ ഘട്ടങ്ങളിലായിട്ടായിരിക്കും നമുക്ക് വഴി കാണിച്ചു തരുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. Maybe it is through certain steps and stages that the Lord reveals this to us. ഓരോ സെഗ്മെന്റ് കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കും, ഓ ഇപ്പം ദൈവഹിതം വെളിപ്പെടും, ഇപ്പം ദൈവഹിതം വെളിപ്പെടും, ഇപ്പം ദൈവഹിതം വെളിപ്പെടും. After every stage you would think that okay, the next you're going to see the will of God in your life. ജീവിതത്തിൽ എ എന്ന സ്ഥാനത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ദൈവത്തിന്റെ ഹിതമെന്ന്. And when you come to the point A, you might think that this is the will of God in your life. ഇസഡ് വരെ പോയിട്ടും ദൈവഹിതം പലപ്പോഴും വെളിപ്പെടാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. Maybe you have reached a point of Z and even then you have not seen the will of God in your life. Praise the Lord. Amen. അതിൻ്റെ ഇടയിൽ ഒത്തിരി ആൽഫബറ്റ് നമ്മൾ കടന്നുപോയി. And between that you've gone through many other alphabets in between. ചിലതൊക്കെ നമ്മൾ അങ്ങ് മറന്നുപോയി. And some of them we even forgot. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നീ എന്നെ വിശ്വസിച്ചാൽ ദൈവം നിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കാനിടയായി. But the Holy Spirit is reminding you that if you believe in Christ, the Lord will take you in each step and the will of the Lord will be revealed in your life. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കും അതിന്റെ അവസാനം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നെന്ന്. Sometimes we might desire that we would want to know the end of this particular thing. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമല്ലേ ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടാൽ അതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് It is always a desire for us to know the end of the will of the Lord in our life. എന്നാൽ അതറിയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ദൈവത്തിങ്കലുള്ള വിശ്വാസവും ദൈവത്തിന്റെ ആമേനിലുള്ള ആശ്രയവും അതിനൊരു സ്ഥാനവും ഇല്ലാതായി പോയത്. But if you knew that we will not have a trust in the Lord or we would not have a desire to know the will of God. അതുകൊണ്ട് വേണ്ടത് ദൈവം വഴി നടത്തുന്നതിലൂടെ അനുസരണത്തോടെ അങ്ങ് നടക്കുക. So what we need to do is that we have to obey and listen and follow the path the Lord is leading us to. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ചില പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. But in between this we would see certain temptations. ചില വാതിലുകൾ അടയുമ്പോൾ നമ്മൾ പലർക്കും ദേഷ്യം വരാറുണ്ട്. When certain doors close in front of us, we might be agitated because of it. കാരണം അത് നമ്മുടെ ഒരു അനുഗ്രഹത്തിന് കാരണമാണെന്ന് നമുക്കത് ചിന്തിപ്പാൻ അത് നമ്മുടെ തടസ്സമായി മാറിക്കൊണ്ടിരിക്കും. Because we were about to think that it is going to be a blessing, but it is not at this moment. നമ്മൾ ആ അടഞ്ഞ വാതിലിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Now we are weeping over that closed door in front of us. നമ്മൾ അതിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. And we are cursing that closed door. നമ്മൾ കൈകളൊക്കെ ഉയർത്തി പറയാ, ഇത്രേ ഉള്ളായിരുന്നോ, ഇതിനായിരുന്നോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ച് നമ്മുടെ ഹൃദയം തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And now we would think that why did I pray for this? Is it just this much that it is going to happen to me? And we are very disappointed because of this closed door. ഇത്രേ ഉള്ളായിരുന്നോ, എന്നാ പിന്നെ വിടം കൊണ്ട് ഞാൻ നിർത്തി, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നുമില്ല, ഇനി ഞാൻ ഉപവസിക്കുന്നുമില്ല, ഇനി എനിക്കിത് വേണ്ടതാണ്. And now certain people would say that since it is only this much, this is enough. I'm not going to pray, I'm not going to fast, and I'm not going to do anything again. ദൈവമേ, ഞാൻ അങ്ങയുടെ വഴിക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഇടത്തോട്ട് പോയപ്പോൾ നീ അടച്ചു, വലത്തോട്ട് പോയപ്പോൾ നീ അടച്ചു, മുമ്പും പിമ്പും അടച്ചിട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് മതി, ഇനി ഞാൻ ശ്രമിക്കുന്നില്ല. Lord, I would say that, Lord, I wanted to go to different direction, but you have closed those doors, and because of that I don't want to go any further. I'm going to stop doing the will of God. Let me conclude it in this manner. ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആഗ്രഹം അവിടെ ഉപേക്ഷിക്കുകയാണ്. We will leave that desire to know the will of God in our life. ആമേൻ. ദൈവഹിതം മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ അവിടെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. And we are rejecting our desire to know the will of God in our life. Praise the Lord. ഇന്ന് പകൽ ദൈവ
ദൈവസ്ഥലായിരിക്കുന്ന ദൈവപൈതലേ, The children of God who are present here today. ഒരിടത്തും വെച്ച് പിന്മാറി പോകാൻ ഉള്ള ഒരു ദൈവപൈതലല്ല ഞാനും നിങ്ങളും. And we are not people who have to live this way and go in a different manner. പൗലോസിനും ശീലാസിനും ആമേൻ ഇവിടേക്കും അവിടേക്കും മുമ്പോട്ടും പിറകോട്ടും പോകാനൊക്കാതെ വാതിലടഞ്ഞത് കൊണ്ട് ദൈവഹിതം അവിടെ കൊണ്ട് തീർന്നില്ല. Because Paul and Silas could not go in the directions that they desired, it doesn't mean that all the doors were closed in front of them later on. ദൈവാത്മാവ് അവർക്ക് വേണ്ടി വേറെ വഴി തുറക്കുകയാണ്. Holy Spirit opened a different door for them. അവർ മുന്നോട്ട് പോയ സ്ഥാനത്ത് അവർ തടഞ്ഞു നിർത്തപ്പെട്ടെങ്കിലും അവർ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവർ ദൈവഹിതത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുകയാണ്. And even though they went forward and they saw that that door was closed in front of them, they did not stop there. Rather, they waited for the will of the Lord in their life in the next manner. അവിടേക്ക് നോ ഇവിടേക്ക് നോ എന്ന് ദൈവം പറഞ്ഞെങ്കിൽ അവർക്കറിയാം അവരുടെ ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ. അവർക്ക് വേണ്ടി യെസ് എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെന്ന്. And they know that if two directions are closed in front of them, and if the Lord said no to that, they know that the Lord will say yes to a different direction. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, The children of God who are listening to me today, ഏതോ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ കൊണ്ട് പിടിച്ചു നിർത്താനുള്ളതല്ല ദൈവത്തോടുള്ള ആശ്രയം എന്ന് പറയുന്നത്. അവിടെ വെച്ച് പിന്മാറാനുള്ളതല്ല. ആമേൻ, നാം മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. it is not for us to come to a certain junction and think that this is the end and we do not want to go further. Rather, we have to wait for the will of the Lord and move according to his plan. Praise the Lord. Amen. ഇത്രയും ദിവസം ഓടി നടന്നിട്ട് ലഭിക്കാത്തത് ഒരൊറ്റ രാത്രിയിൽ ദർശനം കൊണ്ട് കിട്ടി. And he was not able to receive this vision until now after all this journey, but he receives it in this night. Verse 9. Verses 9. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? And a man appeared to Paul in the night. A man of Macedonia stood and pleaded with him, saying, "Come over to Macedonia and help us." അവനൊരു ദർശനം കാണുകയാ. And now he sees a vision. അവരവരുടെ വെച്ച് അവരുടെ യാത്ര അവസാനിപ്പിച്ച് പിന്മാറിപ്പോയിരുന്നെങ്കിൽ ആ രാത്രി അവർക്ക് നഷ്ടമായി പോയേനെ. If they would have stopped their journey there, they would have lost that night. അവർക്ക് ലഭിക്കേണ്ട വലിയൊരു അനുഗ്രഹം അവർക്ക് നഷ്ടമായി. They would have lost a great blessing that was meant for them. അവർക്ക് ലഭിക്കേണ്ട ശരിയായിട്ടുള്ള ദൈവത്തിന്റെ ഹിതം അവർക്ക് നഷ്ടമായി പോയേനെ. They would have lost the actual will of God that had to be revealed to them. അത് അവർക്ക് ലഭിച്ചത് അന്ന് രാത്രിയിലെ ദർശനത്തിലായിരുന്നു. And they were able to receive that vision on that night. ത്രോവാസിലെത്തിയപ്പോൾ ദൈവാത്മാവ് അവരോട് ദർശനത്തിൽ വെളിപ്പെട്ടു. And when they reached Troas, at that place, the Lord appeared to them in a vision. ദർശനത്തിലൂടെ പൗലോസിനോട് സംസാരിച്ചു. ഈ എന്താ ചെയ്യേണ്ടത്, ഈ എങ്ങനെയാ ചെയ്യേണ്ടത്, ഈ എങ്ങോട്ടാ പോകേണ്ടത്. പൗലോസ് വിഷമിച്ചതിനെല്ലാം ഒരു മറുപടിയായി. And through that vision, the Lord answered Paul where he has to go, what he has to do, and what has to be done after that. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, The children of God who are present here today, നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചാലും ചിലപ്പോൾ ദൈവഹിതം വെളിപ്പെടത്തില്ല. even if you try with all your talent and your might, maybe you will not see the will of God. പക്ഷെ ദൈവവചനത്തിനനുസരിക്കാൻ തയ്യാറായാൽ ഒരു രാത്രിയിലൂടെ ദർശനം മതി ദൈവഹിതം വെളിപ്പെടും. But if you are ready to obey the will of God, that one night is enough to see the vision. മനുഷ്യൻ അവൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ പൗലോസിന് ദൈവാത്മാവ് വിളിച്ചു പറയുക, ഒരു മനുഷ്യൻ വിളിക്കുകയാ, നിങ്ങൾ ഇവിടേക്ക് വരിക. And when all the other men are sleeping around him, Paul sees a vision and he sees a man who is asking him to come to Macedonia. പൗലോസേ, ശീലാസേ, നിങ്ങൾക്ക് വേണ്ടി അടഞ്ഞ വാതിൽ ചവിട്ടി തുറക്കാൻ വെയിറ്റ് ചെയ്യരുത്. ഒരു ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുക. Paul and Silas, you do not have to by force open the door that is closed in front of you. Rather, you have to wait for the door that God is going to open in front of you. നിങ്ങൾ ചിലപ്പോൾ സമയം കളയുന്നുണ്ടായിരിക്കാം, മറ്റൊരാളുടെ വാതിൽ അതും പോലെ തുറക്കാതെ കിടക്കുക. Maybe you're wasting your time there because that door is meant for someone else and still it is not open. നിങ്ങൾ അവിടെ ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. And the Lord does not desire you to wait in front of that door. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ ആശ്വാസവും നിങ്ങളുടെ സേവനവും വേണ്ട ഇടത്ത് അത് കൊണ്ടെത്തിപ്പാൻ ദൈവം
നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. And the Lord desires to take your encouragement and your talent to a different place, and the Lord wants you to go to that place. നിങ്ങൾക്ക് വേണ്ടി ദൈവം കൃത്യമായ വാതിൽ തുറക്കുമ്പോൾ ദൈവിക നിയോഗത്തിൽ നിങ്ങൾ എത്തിച്ചേരുവാനിടയായി. And when the Lord opens the right door for you, you will see the anointing of the Lord in front of you. Praise the Lord. Amen. Praise the Lord. Amen. ഒരു പുതുവഴിക്കായി ദൈവത്തിൽ പ്രാർത്ഥിക്കുമോ? We have to pray to the Lord for a new way. ചർച്ച് ഒരു പുതുവഴിക്കായി ദൈവത്തിൽ പ്രാർത്ഥിക്കുമോ? Church, we have to pray for a new way. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാനുണ്ട്. Because the Lord has a plan for us. നാം ഇങ്ങനെ ഒതുങ്ങാനുള്ളവരല്ല. We should not confine ourselves in this manner. നാം ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളവരല്ല. Because we will not end here. നിന്റെ ഭാവി ഇവിടം കൊണ്ട് അടയാനുള്ളതല്ല. And our future is not going to close here. ഇത് നിങ്ങളുടെ ഭാവിയല്ല. Because this is not your future. ദൈവം അതിനെ ഒരുക്കിയിട്ടുണ്ട്. Because the Lord has planned something else for you. ദൈവം ഈ ദിവസങ്ങൾ തുറക്കും. And the Lord will open that door for you. അവർക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് അവരൊന്ന് നോക്കി. And now they look at the realities around them. അപ്പുറത്തൊരു വാതിൽ അടഞ്ഞിരിക്കുന്നു. In one direction they see a door that is closed. അപ്പുറത്തൊരു മറ്റൊരു വാതിൽ അടഞ്ഞിരിക്കുന്നു. And in another direction they see another door that is closed. പക്ഷേ അവർക്കൊരു ധൈര്യമുണ്ട്. But even then they have a confidence. പുതിയൊരു വഴിയിലേക്കുള്ള ദർശനം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. The Lord has given them a vision to go to a different direction. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, The children of God who are present here today, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ when you accumulate all this and when you try to conclude, ദൈവം ആഗ്രഹിക്കുന്നത് what the Lord desires is ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തണമെന്നുള്ളതാണ്. we have to reach our end goal. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തണമെന്നുള്ളതാണ്. The Lord desires that we have to reach our destination. യെസ്, അതിനാ ദൈവം ആഗ്രഹിക്കുന്നത്. And that is what the Lord desires from us. പക്ഷെ അതിന് തടസ്സങ്ങളുണ്ട്. But for that, there will be many hindrances. അടഞ്ഞ വാതിലുകളെ ശാപമായി കാണരുത്. When you see closed doors, you should not consider that as a curse. അടഞ്ഞ വാതിലുകൾ പരാജയമായി കാണരുത്. When you see closed doors, you should not consider those as failures in your life. അത് ദൈവത്തിന്റെ വഴി നടത്തുന്ന വിധമായി കാണുവാനിടയായി തീരണം. But you have to consider that as the way of the Lord to lead you according to his plan. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, The children of God who are present here today, 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയി ഓർത്തോണം. there are 4 things that we have to remember. അപ്പോസ്തലനായ പൗലോസും ശീലാസും നമ്മളെ പഠിപ്പിച്ച 4 കാര്യങ്ങൾ. These are the 4 things that Paul and Silas taught us. ഒന്ന്, First thing, ദൈവത്തിന്റെ ശരിയായ റൈറ്റ് ടൈം ആയിട്ടില്ല. the time of the Lord, the right time of the Lord is not yet. അതിപ്പോഴല്ല. It has not yet come. ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞെങ്കിൽ, If the Lord forbid them from speaking the word of God in Asia, അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം 9-10 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നു, പൗലോസ് അവിടെ 2 വർഷത്തോളം പ്രസംഗിച്ചതായി. but in chapter 19 we see that Paul proclaimed the word of God 2 years in that land. ദൈവാത്മാവ് ഒന്ന് വെളിപ്പെടുത്തി തരുന്നു. There is one thing that the Holy Spirit is revealing to us. ഒരു വാതിൽ അടയുന്നത് പൂർണ്ണമായും ദൈവം നമ്മെ തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല. When one door is closed in front of us, that does not mean that the Lord has rejected us completely. ദൈവത്തിന്റെ സമയത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്. It is just for us to tarry for the time of the Lord or the will of the Lord to fulfill. മാർത്തയും മറിയും വിചാരിച്ച സമയത്ത് കർത്താവായ യേശു വന്നിരുന്നെങ്കിൽ അവൻ രോഗസൗഖ്യം പ്രാപിച്ചേനേമായിരുന്നു. If Mary and Martha, if they desired a time for the Lord Jesus to come, and if he would have come at that time, Lazarus would have been saved. ദൈവത്തിന്റെ സമയം അതല്ലായിരുന്നു. But that was not the time of the Lord. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് കഴിഞ്ഞിട്ട് കർത്താവ് എത്തുന്നേ. The Lord comes at his time, and that is after Lazarus died, and it is after 4 days of his death that the Lord comes. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാനാണ്. And the Lord Jesus himself says that I am the resurrection, and that is how the name of the Lord was proclaimed there. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവവേദനയെ, The children of God, let us remember. ശാന്തമായ ദൈവാത്മാവ് നമ്മോട് പറയുന്നു, Holy Spirit is reminding us, നിന്റെ സമയം അടുത്തിട്ടില്ല. your time has not yet come. അതിപ്പോഴല്ല. It is not now. ദൈവം സമയമാകുമ്പോൾ തുറന്നു തരും. When it is the Lord's time, he will open it for you. 2,
രണ്ട്, ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, And the second thing that this passage is teaching us is നീ ആഗ്രഹിക്കുകയും മുട്ടുകയും നീ ശക്തിയായി തുറക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വാതിൽ നമ്മുടെ വാതിലല്ല, മറ്റാരുടെയോ വാതില. and the door that you are trying to open by force is not your door, but it is meant for someone else. ഇവിടേക്ക് പോകാൻ, ബിഥുന്യയ്ക്ക് പോകാൻ, രണ്ടാമത്തെ ഭാഗത്ത് 7 ഇങ്ങനെ എഴുതിയിരിക്കുന്ന മ്യൂസിയത്തിലെത്തി ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവ് അവരെ അവിടെയും സമ്മതിച്ചില്ല. And we see in verses 7 that they tried to go to Bithynia. Even there the Holy Spirit forbid them from going to that യേശുവിൻ്റെ land. ആത്മാവ് അവരെ തടഞ്ഞു. And the Holy Spirit forbid them from going there. എന്നാൽ പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസിൻ്റെ 1:1 ബിഥുന്യയ്ക്ക് ലേഖനം എഴുതുന്നതായി കാണാൻ കഴിയുന്നു. But when Paul writes in First Paul, we see that he writes it to the people of Bithynia. Peter. Praise the Lord. ദൈവം അവിടെ ദൈവത്തിൻ്റെ ദാസന്മാരെ എത്തിച്ചിട്ടുണ്ട്. The Lord had sent his messengers to that land too. പൗലോസ് പോയില്ലെങ്കിലും പത്രോസ് അവർക്ക് ലേഖനം എഴുതുകയാണ്. Even though Paul did not go to Bithynia, we see that Peter writes an epistle to the people in Bithynia. ദൈവം ഓരോ മേഖല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. The Lord has kept or assigned certain fields for us. മറ്റാരുടെയെങ്കിലും വിളിയോ മറ്റാരുടെയെങ്കിലും ശുശ്രൂഷയോ മറ്റാരുടെയെങ്കിലും സ്ഥലമോ മറ്റാരുടെയെങ്കിലും പൊസിഷനോ മറ്റാരുടെയെങ്കിലും സീറ്റോ നമുക്ക് വേണ്ട. We do not need another person's position or another person's anointing or another person's calling in our life. ദൈവം ഓരോരുത്തർക്കും അതിരുകൾ അതിരുകൾ ദൈവം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. The Lord has assigned boundaries for each one of us. അതുകൊണ്ട് മറക്കരുത്, നമ്മുടെ വഴി നമ്മുടെ വഴി നമ്മുടെ വഴി അത് മാത്രം നമുക്ക് മതി. And so we should not forget that we only need our way in our life. 3, the third point, ദൈവം മറ്റൊരു വാതിൽ തുറക്കും. The Lord will open another door. ഏതൊക്കെ വാതിലുകൾ അടഞ്ഞാലും, മനുഷ്യർ അടച്ചാലും ദൈവം അടച്ചാലും, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. And even if many other doors are closed in front of you, whether man closes it or God himself closes it, the Lord will open another door for you. സദൃശവാക്യം 16:9 ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ വഴി നിരൂപിക്കുന്നു, യഹോവയത്രേ അവൻ്റെ നടപ്പിനെ സ്ഥിരമാക്കുന്നത്. And that is why in Proverbs we see that the man desires his own ways, but it is the Lord who fulfills the desires of man. വെളിപ്പാട് 3:7 പറയുന്നു, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല, ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. Revelation 3:7 says that if the Lord closes, no man can open, and if the Lord opens, no man can close. നാലാമത്തേത്, The fourth point, അടഞ്ഞ വാതിലിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഹിതമുണ്ട്. and there is a purpose behind the door that is closed in front of you. ദൈവം ആളുകളെ നോക്കുന്നില്ല. The Lord does not look at ദൈവം individuals. മുഖം നോക്കുന്നില്ല. The Lord does not look at people's ദൈവം faces. കഴിവ് നോക്കുന്നില്ല. The Lord is not looking at ദൈവം talents. ടാലന്റ് നോക്കുന്നില്ല. The Lord is not looking at your ദൈവം talents. ഹിസ്റ്ററി നോക്കുന്നില്ല. The Lord is not looking at your history. ദൈവം ട്രഡീഷൻ നോക്കുന്നില്ല. The Lord is not looking at your ദൈവം traditions. എക്സ്പീരിയൻസ് നോക്കുന്നില്ല. The Lord is not looking at your experience. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. Because the Lord is not worried about any of this. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. He just wants His will to be done in our lives. Praise the Lord. Amen. അതിന് ആ എക്സ്പീരിയൻസ് ഉള്ളവർ വേണം, ഇത് ചെയ്യാൻ പരിചയമുള്ളവർ വേണം, അത് ചെയ്യാൻ പരിചയമുള്ളവർ വേണം, അവിടെ പോയി പരിചയമുള്ളവർ വേണം. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. And the Lord does not want anyone who is very proficient in certain things. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? Today, are we ready to humble ourselves before the Lord? നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, പാസ്റ്ററെ അതെന്നെ കൊണ്ടൊക്കത്തില്ല, അത് ഇന്ന ആളെ കൊണ്ട് പയ്യാം, അദ്ദേഹം അതിന് കഴിവുള്ളവന്, അദ്ദേഹം അതിന് മികച്ചതാ, അദ്ദേഹം ചെയ്ത് പരിചയമുള്ളതാ. ഇന്ന് പകൽ ദൈവം അത് നോക്കുന്നില്ല. We would say that, Pastor, many other people are more capable to do this ministry than me. But today, the Lord is not looking at that talent or ചില experience. അടഞ്ഞ വാതിലുകൾ ദൈവഹിതം നമ്മളിൽ നിറവേറാൻ ദൈവം ആഗ്രഹിക്കുക. And certain closed doors in front of us, that is for the Lord's will to fulfill in our life. ഒരു നിമിഷം എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും. Can we all raise? കർത്താവിന്റെ മുമ്പാകെ സമർപ്പിക്കാൻ തയ്യാറാകുമോ? Let us humble ourselves before the Lord. അടഞ്ഞ വാതിൽ നമ്മുടെ അനുഗ്രഹങ്ങളാണ്. The closed doors in front of us are blessings for us. ഒന്ന് പറയാമോ? Can we say that? അടഞ്ഞ വാതിൽ എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. ചേർന്ന് പറഞ്ഞാട്ട്. Can we say that together? അടഞ്ഞ വാതിലുകൾ, അടഞ്ഞ വാതിലുകൾ
എൻ്റെ അനുഗ്രഹമാണ്.